നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമം. ജില്ലയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുടുംബശ്രീ ബാക്ക് ടു ഫാമിലി 2025 അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിക്ക് തുടക്കം. മടിക്കൈ സെക്കൻഡ് സ്കൂളിൽ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തപാൽ ഓഫീസുകൾ പൂട്ടുവാനുള്ള നീക്കത്തിനെതിരെ NFPE രംഗത്ത്. കാസർഗോഡ് യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുച്ചക്ര സ്കൂട്ടറിൽ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. വിവിധ ആവശ്യങ്ങളുമായി BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഏകദിന പദയാത്ര നടത്തി. സമാപന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കുണ്ടൂർ വെങ്കടരാജ പുണിച്ചിത്തായിയുടെ ജന്മദിനം ലോക തുളുലിപി ദിനമായി ആഘോഷിച്ചു. പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. ഉപജില്ലാ കായികമേളയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ദുർഗ സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് വിളമ്പിയത്. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിലിനെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് നടത്തിയ പ്രവർത്തകർ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധിച്ചും പ്രതിഷേധിച്ചു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. RDO ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതിനിടയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മണ്ണിൽ കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമെന്നവണ്ണം ഒരു MP-യുടെ മൂക്കിന്റെ 2 പാലവും തച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പിണറായിയുടെ അടിമകളായ പോലീസ് മാറിയ കാഴ്ചയ്ക്ക് ഈ കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുക. ശ്രീ ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെ കൃത്യമായി അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അറിയാം. പറയുന്നു, ഇനി സല്യൂട്ട് അടിക്കാൻ നിന്റെ കൈ പോകില്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുക. ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളുടെ ദേഹവും ഇരുമ്പൊന്നുമല്ല എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. പ്രിയപ്പെട്ട മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണത്തിന് അറുതി ഉണ്ടാകും. എന്നും പിണറായി വിജയന് സല്യൂട്ട് അടിക്കാമെന്നാണ് കേരളത്തിലെ പോലീസിന്റെ ധാരണയെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെക്കണം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിക്കും എണ്ണി പകരം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ സംസ്ഥാന പാതയായ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധ സമരം നടത്തി. ഇവരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഏറെ മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ പ്രവർത്തകർ സ്വയം പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി 2025 അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിക്ക് തുടക്കം. സ്ത്രീ ശാക്തീകരണം, സുരക്ഷിത ബാല്യം, മികവാർന്ന രക്ഷകർതൃത്വം, കുടുംബാരോഗ്യം, കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ് പദ്ധതി. മടിക്കൈ സെക്കൻഡ് സ്കൂളിൽ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് നടപ്പിലാക്കുന്ന
ബാക്ക് ടു ഫാമിലി 2025 അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മടിക്കൈ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി ഉദ്ഘാടനം നിർവഹിച്ചു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കുട്ടികളുടെ ലക്ഷ്യബോധത്തെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രത രക്ഷിതാക്കൾക്കുണ്ടാകണം. അനുഭവങ്ങൾ ഇല്ലാത്ത ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കരുതെന്നും കുട്ടികളുടെ സൗഹൃദങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കണമെന്നും പുഷ്പവതി പറഞ്ഞു. ആ രീതിയിലേക്കാണ് നമ്മൾ അവരെ വളർത്തുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് കഴിയുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കണമോ? മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കും. എഴുത്തുകാരൻ സുറാബ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SN സരിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ P രാജൻ, GVHSS മടിക്കൈ സ്കൂൾ PTA പ്രസിഡന്റ് ശശീന്ദ്രൻ മടിക്കൈ, എഴുത്തുകാരി ബിന്ദു മരങ്ങാട്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ, കോർ കമ്മിറ്റി ശാന്തകുമാർ, K രതീഷ്, ബ്ലോക്ക് കോർഡിനേറ്റർ PP അഖിൽ രാജ്, അമ്പിളി K രാജു തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണം, സുരക്ഷിത ബാല്യം, മികവാർന്ന രക്ഷാകർതൃത്വം, കുടുംബം, ആരോഗ്യം, കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പൗരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യത്തെ മികച്ച രക്ഷാകർതൃത്വത്തിലൂടെ പരിപോഷിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ ശേഷിയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതിനും ആരോഗ്യ സാക്ഷരതയുള്ള കുടുംബം എന്ന നേട്ടവും കൈവരിക്കുന്നതിനുമാണ് ബാക്ക് ടു ഫാമിലി 2025 അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NFPE കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടുവാനുള്ള നീക്കത്തിനെതിരായാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരെ NFPE കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനവും ധർണയും CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. 2014 അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്തെ കോർപ്പറേറ്റുകളുടെ പിന്തുണയുടെ ഭാഗമായിട്ടാണ് അധികാരത്തിൽ വന്നത്. പ്രത്യക്ഷത്തിൽ അവരുടെ പണം വാങ്ങി അവരുടെ പ്രചരണ സാമഗ്രികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടും പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനം നടത്തുന്നു. ജനങ്ങളുടെ കൂടെ പിന്തുണയോടെ ഈ ഓഫീസുകൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. KP പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ NFPE മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PV രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CK അശോക് കുമാർ, CH ഗോപി, O രാജീവൻ, ഉണ്ണികൃഷ്ണൻ K, വിൻസെന്റ് KV എന്നിവർ സംസാരിച്ചു. PV ശരത് സ്വാഗതവും രാജൻ VV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുച്ചക്ര സ്കൂട്ടറിൽ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നു. സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ച് പോളിയോ വാക്സിൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ ആളാണ് ഹക്കീം കമ്പാർ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉൾപ്പെടെ പ്രശംസയും ഹക്കീം കമ്പാറിന് ലഭിച്ചിട്ടുണ്ട്. 12 ഞായറാഴ്ച രാജ്യത്ത് പോളിയോ രോഗ പ്രതിരോധത്തിന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ പോളിയോ വൈകല്യമില്ലാത്ത നല്ല നാളെയുടെ പൗരന്മാരാക്കാനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണിത്. കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്കും അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകുന്നതിനായി 1261 പോളിയോ ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പതിവ് പോലെ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ എന്ന പൊതുപ്രവർത്തകൻ ഇത്തവണയും രംഗത്തുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവത്കരണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ ഡോക്ടർ ജനാർദ്ദന നായക് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ വൈകല്യമില്ലാതെ നല്ല നാളെയുടെ പൗരന്മാർ ആക്കാനുള്ള തീവ്ര ശ്രമമാണ് ലക്ഷ്യമിടുന്നതെന്ന് പോളിയോ രോഗബാധിതനായ ഭിന്നശേഷിക്കാരനായ ഹക്കീം കമ്പാർ പറയുന്നു.
നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് പോളിയോ ബാധയെന്നും 5 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വാക്സിനേഷൻ ബൂത്തിലെത്തിച്ച് തുള്ളിമരുന്ന് നൽകണമെന്നും ഹക്കീം കമ്പാർ അഭ്യർത്ഥിച്ചു. ഇവിടുത്തെ ആളുകളെ ബോധവൽക്കരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് 2ാമത്തെ യാത്രയാണ്. കഴിഞ്ഞ വർഷം 2024 ഈ യാത്ര നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഈ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടും അവരെ അവബോധം, ഈ പോളിയോ ബാധിപ്പെട്ട അവബോധത്തെ നാഡീവ്യൂഹത്തിനാകെ ബാധിക്കുന്ന നാളത്തെ നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര സംഘടിപ്പിക്കുന്നത്. 2ാം തവണയാണ് ഹക്കീം കമ്പാർ പോളിയോ ബോധവത്കരണ യാത്ര നടത്തുന്നത്. പോളിയോ രോഗ പ്രതിരോധത്തിനായി 20 വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്നയാളാണ് ഇദ്ദേഹം. പോളിയോ വാക്സിൻ നൽകാൻ വിമുഖത കാണിക്കുന്നവരെ വീട്ടിൽ ചെല്ലുകയും ബോധവത്കരിച്ച് വാക്സിനേഷൻ നൽകുകയും ചെയ്തു വരുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ ജീവനക്കാരനാണ്. കേരള NGO യൂണിയൻ മഞ്ചേശ്വരം ഏരിയ ജോയിന്റ് സെക്രട്ടറി, ഭിന്നശേഷിക്കാരുടെ സംഘടനയായ DAWF സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ്. പോളിയോ ബോധവത്കരണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉൾപ്പെടെ പ്രശംസയും ഹക്കീം കമ്പാറിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഉപഭോക്താക്കളും ജീവനക്കാരും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ സമരപ്രഖ്യാപനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി നടത്തിയ മാർച്ച് CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക, കുടിശ്ശിക ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകരിക്കുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൽ തുക വകയിരുത്തുക, കരാർ തൊഴിലാളികളുടെ വേതനം യഥാസമയം വിതരണം ചെയ്യുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NCCOEE-യുടെ പ്രക്ഷോഭം. കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് വിദ്യാനഗർ സീതാങ്കോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാസർഗോഡ് വൈദ്യുതി ഭവനിൽ സമാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചു. വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സദർ റിയാസ് അധ്യക്ഷത വഹിച്ചു. ഓഫീസേഴ്സ് അസോസിയേഷൻ CC മെമ്പർ M ഭാസ്കരൻ, KP അശോകൻ, ഗിരീഷ് ചെർക്കള, വിനീഷ VS, പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ, ഹരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയകൃഷ്ണൻ കുപ്പങ്ങാനം സ്വാഗതവും പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഒക്ടോബർ 15 മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളം ഭരിക്കുന്ന LDF സർക്കാർ ജനവിരുദ്ധ ഭരണമാണ് നടത്തുന്നതെന്നാരോപിച്ചും തൊഴിലാളികളുടെ കൂലി സംരക്ഷണവും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും ഭാരതീയ മസ്ദൂർ സംഘം തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പദയാത്ര നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പദയാത്ര രാവിലെ ഇളമ്പച്ചി തെക്കുംപാട് നിന്നാണ് ആരംഭിച്ചത്. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം MK രാഘവൻ ജാഥ ലീഡർ A രാജീവന് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. RSS ഖണ്ഡ് ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് K ഭവിത് മുഖ്യപ്രഭാഷണം നടത്തി. TM നാരായണൻ, വൈസ് ക്യാപ്റ്റൻ N വിനോദ് കുമാർ, ഭാസ്കരൻ തെക്കുംപാട്, T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം രാജ്യത്തെ നമ്മുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് 3.3% ശരാശരി വിലക്കയറ്റം. പക്ഷേ കേരളത്തിൽ എത്രയാണ് വിലക്കയറ്റം? കേരളത്തിൽ 9.8% വിലക്കയറ്റം. അങ്ങനെ വിലക്കയറ്റത്തിനെ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഒരു കാലത്ത് കേരളത്തിലെ നെല്ലറയായിരുന്നു പാലക്കാട്ടും കുട്ടനാടും. നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന അരി മുഴുവൻ ഉണ്ടാക്കിയിരുന്നത് പാലക്കാടും നമ്മുടെ കുട്ടനാടുമായിരുന്നു. ഇന്നെന്താണ് അവസ്ഥ? ആന്ധ്രയിലും തെലങ്കാനയിൽ നിന്നും അരി വന്നില്ലെങ്കിൽ
കേരളത്തിലെ ജനങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥ. BMS മേഖലാ പ്രസിഡന്റ് VM ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ K കുഞ്ഞിക്കണ്ണൻ, PV ജയദേവൻ, രാജൻ കോയങ്കര, K ശശിധരൻ, E രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. NGO സംഘ് നേതാവായിരുന്ന K കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷികം കാസർഗോഡ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. കറന്തക്കാടിലെ രാഷ്ട്രീയ കർമ്മചാരി സമിതി ഓഫീസിൽ ഫോട്ടോ അനാച്ഛാദനം, പുഷ്പാർച്ചന, അനുസ്മരണം എന്നീ പരിപാടികളോടെയാണ് K കുഞ്ഞിക്കണ്ണന്റെ സ്മരണ പുതുക്കിയത്. NGO സംഘ് മുൻ ജില്ലാ പ്രസിഡന്റ്, ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ജില്ലാ ട്രഷറർ, രാഷ്ട്രീയ കർമ്മചാരി സമിതി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച K കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷികത്തിൽ കാസർഗോഡ് കറന്തക്കാടിലെ രാഷ്ട്രീയ കർമ്മചാരി സമിതി ഓഫീസിൽ ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. BRPMS ദേശീയ പ്രസിഡന്റ് CH സുരേഷ് ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. NGO സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്ക് വളരെ സജീവമായ പ്രവർത്തനം, ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണനെ അറിയാതെ സർക്കാർ ജീവനക്കാരുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്തിട്ട്. ആ കാലഘട്ടത്തിൽ സർവീസിലുള്ള NGO യൂണിയൻ്റെ ആൾക്കാരായിക്കോട്ടെ, ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അസോസിയേഷൻ്റെ ആൾക്കാരായിക്കോട്ടെ, കോൺഗ്രസ് സംഘടനയുടെ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ എല്ലാവർക്കും കുഞ്ഞിക്കണ്ണനെ പറ്റി അറിയാം. എല്ലാ പരിപാടിയിലും വളരെ സജീവമായി പങ്കെടുക്കുകയും എല്ലാ ഓഫീസുകളിലും NGO സംഘത്തിൻ്റെ ശബ്ദം എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചടങ്ങിൽ BRPMS കാസർഗോഡ് രക്ഷാധികാരി M ബാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് K സുരേഷ് കുമാർ, ജില്ലാ ധർമ്മചാര്യ സമ്പർക്ക പ്രമുഖ് AT നായിക്, ഹിന്ദു ഐക്യവേദി ജില്ലാ രക്ഷാധികാരി കൊട്ടോടി ഗോവിന്ദൻ മാസ്റ്റർ, സഹോദരൻ K ഗോപാലകൃഷ്ണൻ, കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. BRPMS ദേശീയ ഖജാൻജി K ദയാനന്ദ സ്വാഗതവും ജില്ലാ സെക്രട്ടറി KN ശ്രീകണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാടക സാധന വിതരണ മേഖലയിലെ പ്രമുഖ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഒക്ടോബർ 14-15 തീയതികളിൽ കാലിക്കടവിൽ നടക്കും. 2 ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാടക സാധന വിതരണ മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കണമെന്നും ഇതിനായി സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സ് ആരംഭിക്കണമെന്നുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പെട്ടെന്നുണ്ടാകുന്ന ബന്ദ്, ഹർത്താൽ എന്നിവ മൂലം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ആവശ്യ സർവീസായി പ്രഖ്യാപിക്കുക, സർക്കാരിൻ്റെ കീഴിലുള്ള സാംസ്കാരിക ക്ഷേമനിധി പ്രവർത്തനം ത്വരിതപ്പെടുത്തുക തുടങ്ങിയവയും വൻകിട ഇവന്റ് മാനേജ്മെന്റിന്റെ കടന്നുകയറ്റവും ചർച്ചയാവും. ഇതോടൊപ്പം ചെറുഗ്രാമങ്ങളിൽ പോലും ഓഡിറ്റോറിയങ്ങളുടെ വർധനവും വാടക സാധന വിതരണ മേഖലയെ തളർത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കാലിക്കടവിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വി ഷാഹുൽ ഹമീദ് നഗറിൽ ഒക്ടോബർ 14 രാവിലെ തലപ്പാടിയിൽ നിന്ന് പതാക ജാഥയും ഉച്ചകഴിഞ്ഞ് 2 ഒളവറയിൽ നിന്ന് കൊടിമര ജാഥയും പുറപ്പെടും. വൈകുന്നേരം 5 മണിക്ക് ഇരു ജാഥകളും പിലിക്കോട് പടുവളത്ത് കേന്ദ്രീകരിച്ച് കാലിക്കടവ് ടൗണിലെ സമ്മേളന നഗരിയിലെത്തും. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ K സുരേന്ദ്രൻ പതാക ഉയർത്തും. വൈകുന്നേരം 6 മണിക്ക് സ്റ്റാൾ പ്രദർശനം N രാധാകൃഷ്ണൻ ചിത്ര ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണിക്ക് പ്രതിനിധി സമ്മേളനം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് രാത്രി 8 മണിക്ക് വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഒക്ടോബർ 15 രാവിലെ 10 സമ്മേളനം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. ഹയർ ഗുഡ്സ് രംഗത്ത് 50 വർഷമായി പ്രവർത്തിച്ചു വരുന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. ഒക്ടോബർ 15 നടക്കുന്ന വനിതാ സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് വാസന്തി കുമാരൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 4 മണിക്ക് തൊഴിലാളി സംഗമം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ P ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ VPP മുസ്തഫ വിഷയാവതരണം നടത്തും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് P ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KV ഷിബു, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ P കുഞ്ഞമ്പു, ജില്ലാ ഭാരവാഹികളായ പ്രഭാകരൻ പഞ്ചമി, ഫിറോസ് പടിഞ്ഞാർ, മുരളീധരൻ ജവഹർ, K മധുകുമാർ,
നാസർ മുനമ്പം, സുരേഷ് വെള്ളിക്കോത്ത് എന്നിവർ പരിപാടിയിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹലോ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 26-ന് ദുബായ് ഇത്തിസലാത്ത് അക്കാദമി ഗ്രൗണ്ടിൽ അരങ്ങേറുവാനിരിക്കെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പുതിയൊരു ഡിജിറ്റൽ ചുവടുവയ്പുമായി മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാകുന്ന ഈ മൊബൈൽ ആപ്പിലൂടെ പ്രവാസി മഹോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കും. മൊബൈൽ ആപ്പിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് കർമ്മം ദുബായ് KMCC ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ നിർവഹിച്ചു. പ്രവാസികളുടെ ഐക്യത്തിന്റെയും സേവനവൃത്തിയുടെയും മഹാസംഗമമായ ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് ഒക്ടോബർ 26-ന് ദുബായ് ഇത്തിസലാത്ത് അക്കാദമി ഗ്രൗണ്ടിൽ അരങ്ങേറാനിരിക്കെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പുതിയൊരു ഡിജിറ്റൽ ചുവടുവയ്പായി മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാകുന്ന ഈ മൊബൈൽ ആപ്പിലൂടെ പ്രവാസി മഹോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ കഴിയും. പരിപാടികളുടെ ഷെഡ്യൂൾ, രജിസ്ട്രേഷൻ, ലൈവ് അപ്ഡേറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ആപ്പ്. ഹലാ കാസർഗോഡ് എന്ന പേരിൽ സെർച്ച് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. മൊബൈൽ ആപ്പിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് കർമ്മം ദുബായ് KMCC ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ നിർവഹിച്ചു. GS കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. CDA ഡയറക്ടർ റാഷിദ് ബിൻ അസ്ലാം മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തോട്ടി, സെക്രട്ടറി അഫ്സൽ മേട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ ഇസ്മായിൽ നാലാം വാതുക്കൽ, KP അബ്ബാസ് കളനാട്, സുബൈർ അബ്ദുള്ള, റഫീഖ് PP പടന്ന, PD നൂറുദ്ദീൻ, അഷ്റഫ് ബയാർ, ആസിഫ് ഹൊസങ്കടി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യൻമകജെ ഗ്രാമപഞ്ചായത്തും കേരള സ്റ്റേറ്റ് യുവജന ക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച കേരളോത്സവം 2025-ൽ ബദ്രംപള്ള ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മികച്ച പ്രകടനത്തോടെ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. നാടിന് ആവേശം പകർന്ന കേരളോത്സവത്തിൽ മഹാലിംഗേശ്വര ഭജക്കൂടൽ ക്ലബ്ബ് 2ാം സ്ഥാനവും മാസ്ക് മലങ്കര ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. എൻമകജെ ഗ്രാമപഞ്ചായത്തും കേരള സ്റ്റേറ്റ് യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച കേരളോത്സവം വിവിധ കലാകായിക മത്സരങ്ങളുടെ സംഗമോത്സവമായി മാറി. നാടിന് ആവേശം പകർന്ന കേരളോത്സവത്തിൽ ബദ്രംപള്ള ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മികച്ച പ്രകടനത്തോടെ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. കിരീട നേട്ടം ക്ലബ്ബ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെ നടത്തി ആഘോഷമാക്കി മാറ്റി. 15 വർഷത്തിലേറെയായി സാമൂഹിക കായിക മേഖലകളിൽ സജീവമായ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ ഹൃദയത്തിലിടം നേടിയ ന്യൂ സ്റ്റാർ ബദ്രംപള്ള കേരളോത്സവ വിജയത്തോടെ അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ മറ്റൊരു കിരീടം കൂടി എഴുതിച്ചേർത്തു. പ്രാദേശിക തലത്തിൽ സാമൂഹിക ഐക്യം, കായിക പ്രോത്സാഹനം, യുവജന പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ ന്യൂ സ്റ്റാർ നടത്തിയ സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾ ഈ വിജയത്തിന്റെ പിന്നിൽ പ്രധാന ഘടകമായി മാറിയതായി ക്ലബ്ബ് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. കേരളോത്സവത്തിൽ മഹാലിംഗേശ്വര ഭജകൂടൽ ക്ലബ്ബ് 2ാം സ്ഥാനവും മാസ്ക് മലങ്കര ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുളുലിപി ബ്രഹ്മൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ പുണ്ടൂർ വെങ്കിടരാജ പുണിച്ചിത്തായിയുടെ ജന്മദിനം ലോക തുളുലിപി ദിനമായി ആഘോഷിച്ചു. ബദിയടുക്കയിലെ പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജയ് തുളുനാട് കാസർഗോഡ് കമ്മിറ്റിയുടെയും വിദ്യാരംഗ സാഹിത്യവേദികെ UP ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുളുലിപി ബ്രഹ്മൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ പുണ്ടൂർ വെങ്കടരാജ പുണിച്ചിത്തായിയുടെ ജന്മദിനം 2025 ഒക്ടോബർ 10-ന് ലോക തുളുലിപി ദിനമായി നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെർഡാല ബദിയടുക്കയിലെ ജയ് തുളുനാട് കാസർഗോഡ് കമ്മിറ്റിയുടെയും വിദ്യാരംഗ സാഹിത്യവേദിയുടെയും UP ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജയ് തുളുനാട് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് പ്രസാദ് റൈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. വിജയരാജ പുണിച്ചിത്തായ, ഡോക്ടർ ശ്രീനിധി സരളായ, സ്കൂൾ അധ്യാപകൻ നിരഞ്ജൻ റൈ പെരഡാല എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു. ನಮ್ಮ ನಿರ್ದುಂಬಲದಮ್ಮಾಯಿ ತುಳುವರ ಆನಕೂಟ ಬದಿಕ ಕನ್ನಡ ಸಂಘಟನೆ ಮಸ್ತ್ ವರ್ಷಂಗ್ಲ ಶ್ರೀನಿವಾಸನ್ ನೆನಪು ಡಾಕ್ಟರ್ ಶ್ರೀನಿಧಿ ಸರಳಾಯಿ ನಮ್ಮ ಮಾತ ಒಟ್ಟಿಗೆ ಬೆನ್ನಗಳ ಬೈದು ನಮ್ಮ ಕೆಲಸ ನಿಮಿತ್ತ ಬೇರೆ ಬೇರೆ ಸಂಘಟನೆ ನಮ್ಮ ಚಟುವಟಿಕೆಗಳು ಕಮ್ಮಿ ಆಗಬೇಕು. ಈ ಸಂದರ್ಭಗಳು ನಮ್ಮ ಈ ತುಳು ಸಂಶೋಧನೆ ಮತ್ತು ನಮ್ಮ ಈ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಪ್ರಾರಂಭದಲ್ಲಿ ಕೇರಳ ತುಳು ಅಕಾಡೆಮಿ ಐನೊಂಜಿ ಗುರಿಕಾರಿನ
ಪದವಿಯನ್ನು ವಹಿಸಿದ ರಾಜ್ಯಗಳು ನಮ್ಮ ವೆಂಕಟರಾಜ ಕುಂಚಿದಾರಿ ಸಂದರ್ಭಗಳನ್ನು അതിൽ ഞാൻ ಮಂತ್ರನಲ್ಲೇ ಇವಾಗ സ്കൂൾ കുട്ടികളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയെ ജയത്തുളുനാട് കാസർഗോഡ് സമിതിയുടെ ട്രഷറർ ശ്രീനിവാസ ആൽവ സ്വാഗതം ചെയ്തു. സ്കൂൾ കുട്ടികൾ പൂവെമ്പു എഴുതിയ ഗാനങ്ങൾ ആലപിച്ചു. സ്കൂൾ അധ്യാപിക പ്രഭാവതി കേടിലായ പരിപാടി വിവരിച്ചു. ഉത്തം, പവിത്ര മാധവ, കുശാലാക്ഷി കൺവതീർത്ത എന്നിവർ സഹകരിച്ചു. തുളുലിപി ദിനത്തോടനുബന്ധിച്ച് നടന്ന തുളുലിപി ബരവുദ പന്തയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജയ്തുളുനാട് കാസർഗോഡ് സമിതി സെക്രട്ടറി ഹരികാന്ത് കാസർഗോഡ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 5.5 കോടിയോളം രൂപ ചിലവഴിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയ മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കെതമ്പാടി റോഡ് ഒരു വർഷത്തിനകം തകർന്നത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. 5.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് ഗതാഗതം പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. നേരത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കെതമ്പാടി റോഡ് 5.24 കോടി രൂപ ചെലവഴിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ അത്യന്തം നിരാശയിലും കടുത്ത പ്രതിഷേധത്തിലുമാണ്. 5.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ പണി പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കിയെങ്കിലും ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളും മധ്യഭാഗവും തകർന്ന നിലയിലാണ്. ചെളിയും കുഴികളുമാണ് ഇന്നീ പ്രധാന യാത്രാ മാർഗത്തിന്റെ അവസ്ഥ. നിരവധി വാഹനങ്ങൾ കുടുങ്ങുന്നതായും സ്കൂൾ ബസ്സുകൾക്കും ആംബുലൻസുകൾക്കും ഗതാഗതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഗോവിന്ദപ്പൈ റോഡ് അശാസ്ത്രീയമായ നിർമ്മാണം കഴിഞ്ഞ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നു. റോഡ് വീതി കൂട്ടണം പറഞ്ഞു. സ്ഥലം MLA വാഗ്ദാനം നൽകിയിട്ട് പോയതല്ലാതെ സൈഡിലേക്ക് ഒരു മീറ്റർ കോൺക്രീറ്റ് ചെയ്യാതെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഈ കാൽനട യാത്രക്കാർക്ക് പോലും അപകടം ഉണ്ടാക്കുന്ന ഒരു റോഡായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ദിവസം 1-2 കുറയാത്ത അപകടം നടന്നോളുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്, അതുപോലും 2027 വരെ ഉണ്ട്. അതുവരെ മെയിൻ്റനൻസ് കരാറുകാർ ചെയ്യുന്നില്ല. വലിയൊരു അനാസ്ഥയാണ് ഈ റോഡിൽ കാണുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗങ്ങളിലൊന്നായ ഈ റോഡ് നിലവിലെ നിലയിൽ തുടരുകയാണെങ്കിൽ അടുത്ത മഴയിൽ പൂർണ്ണമായും തകർന്നേക്കാമെന്ന ആശങ്കയാണ് ആളുകളിൽ ഇപ്പോൾ വളരുന്നത്. പണി ആരംഭിച്ചപ്പോൾ അമിതവീതിയിലുള്ള റോഡിനെതിരെ നാട്ടുകാർ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്യുമെന്ന് MLA വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് ജനപ്രതിഷേധം അവസാനിപ്പിക്കുകയുണ്ടായി. എന്നാൽ നിലവിൽ ഈ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യപ്പെടാതെ പഴയ ചരൽ ഉപയോഗിച്ചുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളും അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ജോലിയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കണം. കരാറുകാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. വർഷങ്ങളായി കാത്തിരുന്നതിന്റെ ഫലം ഇതാണ്. ചാലുകളും കുഴികളും മാത്രം ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാനോ സഹിക്കാനോ കഴിയില്ല എന്ന് മറ്റൊരു നാട്ടുകാരനും പറയുന്നു. കരാറുകാരന് പണി കഴിഞ്ഞ് 3 വർഷത്തേക്ക് റോഡ് നിലനിൽപ്പിന്റെ ഉത്തരവാദിത്ത വ്യവസ്ഥയുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇതിലൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. മണ്ണിട്ട് റോഡ് സംരക്ഷിക്കേണ്ടതിന്റെ പകരം പഴയ ചരൽ ഉപയോഗിച്ചതാണ് പ്രധാനമായും തകർച്ചയ്ക്ക് കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ആശ്രയ ആശ്രമത്തിൽ ഭജന നടത്തി. ആശ്രമത്തിന്റെ അഭിവൃദ്ധിക്കായി സമൂഹത്തിലെ ചിലരും പങ്കാളികളാണ് എന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആശ്രമത്തിലെ താമസക്കാർക്കൊപ്പം കുമ്മനം രാജശേഖരൻ ഭജനയിലും പങ്കെടുത്തു. മുൻ മിസോറാം ഗവർണറും രാഷ്ട്രീയ നേതാവുമായ കുമ്മനം രാജശേഖരൻ കന്നപ്പാടി ആശ്രയാശ്രമം സന്ദർശിച്ചു. ചടങ്ങിൽ സംസാരിച്ച അദ്ദേഹം ആശ്രയാശ്രമം സ്ഥാപിച്ച ശാരദ ടീച്ചറിന് ഹിന്ദു സമൂഹത്തോടുണ്ടായിരുന്ന ബഹുമാനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞു. ടീച്ചർ പോയതിനു ശേഷവും ഇവിടെ ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടർച്ചയായി നടക്കുന്നുണ്ട്. കൂടാതെ ആശ്രമത്തിന്റെ അഭിവൃദ്ധിക്കായി സമൂഹത്തിലെ ചിലരും പങ്കാളികളാണ് എന്നത് സന്തോഷകരമായ കാര്യമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആശ്രമത്തിലെ താമസക്കാർക്കൊപ്പം കുമ്മനം രാജശേഖരൻ ഭജനയിലും പങ്കെടുത്തു. ആശ്രമത്തിന്റെ പേരിൽ വ്യവസായി ശിവശങ്കർ നെക്രജെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ബ്രഹ്മശ്രീ രവീഷ് തന്ത്രി കുണ്ടാർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആശ്രയ ആശ്രമം സെക്രട്ടറി രമേശ് കളേരി, ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം, രാമകൃഷ്ണ ഹെബ്ബാർ, ശ്രീധർ മജ്ലു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പൊതുസമൂഹം ഏതൊരു കാര്യത്തിലും ആശ്രയിക്കേണ്ട വിഭാഗമായി ഇന്ന് വാടക സാധന വിതരണ സേവന മേഖല മാറിയതായി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാലിക്കടവിൽ നടക്കുന്ന പ്രദർശന നഗരിയുടെ പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉടമയും തൊഴിലാളിയും ഒരാളായിട്ടുള്ള വളരെ അപൂർവ മേഖലയിൽ ഒന്നാണ് വാടക സാധന വിതരണ വിഭാഗമെന്ന് അദ്ദേഹം പറഞ്ഞു. അപകട സാധ്യത കൂടിയ പ്രവർത്തന വിഭാഗം എന്നതിനാൽ തൊഴിലാളികൾ പണി ചെയ്യുമ്പോൾ ഉടമകൾ ഏറെ ഉത്തരവാദിത്വം കാട്ടി കൂടെ നിൽക്കുന്നവരാണ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് എന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഈ സുരക്ഷ നിങ്ങൾക്ക് സാമൂഹികമായും സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിരന്തരമായി നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2011 ഞാൻ MLA ആയി സംസ്ഥാന നിയമസഭയിൽ വരുമ്പോൾ കൊല്ലത്ത് വെച്ച് തീർന്ന ഈ സംഘടനയുടെ സമ്മേളനത്തിൽ വെച്ച് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ പല പ്രാവശ്യമായി നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ക്ഷേമ പദ്ധതി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി പെൻഷൻ അടക്കമുള്ള പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി നിയമസഭയിൽ ഞാൻ ശബ്ദമുയർത്തിയിട്ടുണ്ടായി. കാലിക്കടവിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സമ്മേളന സംഘാടക സമിതി ചെയർമാൻ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KV ഷിബു, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N രാധാകൃഷ്ണൻ, CP ബാബു, മുരളീധരൻ ജവഹർ, പ്രഭാകരൻ പഞ്ചമി, ഫിറോസ് പടിഞ്ഞാർ, സുരേഷ് വെള്ളിക്കോത്ത്, K മധുകുമാർ, നാസർ മുനമ്പം, P കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 14-15 തീയതികളിലാണ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സമ്മേളനം കാലിക്കടവ് മൈതാനിയിൽ നടക്കുന്നത്. റുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശാസ്ത്ര കുതുകികളായ കുരുന്നുകളുടെ കഴിവുകൾ മാറ്റുരക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 14 മുതൽ 16 വരെ നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം 14 വൈകുന്നേരം 3 മണിക്ക് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 18 സ്കൂളുകളിൽ നിന്നും പ്രൈമറി വിഭാഗത്തിലെ 54 സ്കൂളുകളിൽ നിന്നുമായി 3000-ഓളം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളിലായി പങ്കെടുക്കുന്നത്. ഒക്ടോബർ 14 വൈകുന്നേരം 3 മണിക്ക് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മേള ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് ശാസ്ത്രനാടകം അരങ്ങേറും. ഒക്ടോബർ 15 ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര IT മേള, 16 പ്രവൃത്തി പരിചയ ശാസ്ത്രമേളകൾ നടക്കും. ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VK ബാവ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, കൺവീനർ TK റീന, വർക്കിംഗ് ചെയർമാൻ TV വിനോദ് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK സിറാജുദ്ദീൻ, ഭക്ഷണ കമ്മിറ്റി കൺവീനർ C രമേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 67ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് കായികമേളയ്ക്കെത്തിയവർക്ക് നൽകിയത്. 67ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേള വിജയകരമായി തുടരുകയാണ്. കായികമേളയ്ക്ക് എത്തിയവർക്ക് 4 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയത്. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള 4ലധികം വിഭവങ്ങൾ അടങ്ങിയ കറികളാണ് 2000-ഓളം പേർക്ക് നൽകിയത്. സ്കൂൾ അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന കൂട്ടായ്മയാണ് ഭക്ഷണ വിതരണത്തിന് മേൽനോട്ടം വഹിച്ചത്. നീലേശ്വരം പള്ളിക്കര സ്വദേശികളായ ഉമേശൻ, രാജൻ അന്തിത്തിരിയൻ എന്നിവരാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത്. 4 ദിവസമായി ഇവിടെ നടക്കുന്ന ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പേരൻസിനും അതുപോലെ നാട്ടുകാർക്കും വിഭവസമൃദ്ധമായ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ദിവസവും 2000-ൽ കൂടുതൽ ജനങ്ങൾക്ക് ഭക്ഷണം നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാവിലെയും പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് അതുപോലെ ഉച്ചഭക്ഷണവും നമ്മൾ വളരെ വിഭവസമൃദ്ധമായ ഐറ്റങ്ങളോട് കൂടിയിട്ടാണ് കൊടുക്കാൻ വേണ്ടി 4 ദിവസവും പായസം അടങ്ങിയ സദ്യയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ
തന്നെ ഈ ഭക്ഷണം നമുക്ക് പാകം ചെയ്തത് നീലേശ്വരത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ഉമേശൻ, അതുപോലെ രാജനന്ദിത്തിരൻ എന്നീ പറയുന്ന പാചകക്കാരാണ്. അവർ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ അനിൽ, കൺവീനർ പി ഗോപികൃഷ്ണൻ, കണ്ണൻ മേലാങ്കോട്ട്, പി രാധാകൃഷ്ണൻ, ദിവാകരൻ പാറക്കാട്ട്, ഇ പി മഞ്ജുള, കെ ശരത് കുമാർ എന്നിവരാണ് എല്ലാ ദിവസവും ഒരു തരത്തിലുള്ള അപാകതകളുമില്ലാതെ പാചകം ഒരുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ചുക്കാൻ പിടിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ ഇല്ലൻഡിൽ കത്തുകൾ എഴുതി അയച്ചത് വേറിട്ട അനുഭവമായി മാറി. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് സമൂഹത്തിലും നാട്ടിലും നടക്കുന്ന പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷയമാക്കി ഇംഗ്ലണ്ടിൽ കത്തുകൾ എഴുതി അയച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം അയച്ച മാത്രം അനുഭവമുള്ള കുട്ടികൾക്ക് ഇംഗ്ലണ്ടിൽ കത്തെഴുതി അയച്ചത് ഒരു പുതുമയുള്ള അനുഭവമായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ ഹരി പിലിക്കോട് പോസ്റ്റൽ സമ്പ്രദായത്തെക്കുറിച്ച് കുട്ടികളോട് വിശദീകരിക്കുകയും കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. നിങ്ങൾ എന്താ അറിയിക്കേണ്ട കാര്യങ്ങൾ എഴുതുക, ഇത് പോസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ മണി ഓർഡർ, നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പൈസ, നിങ്ങളെ അച്ഛൻ, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ പോയി ഈ ഫോറം, മണി ഓർഡർ ഫോറം എന്ന് പറയും. നിങ്ങളെ പേരും അഡ്രസ്സും പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോസ്റ്റ്മാൻ കൊണ്ടുതരും. മണി ഓർഡർ അയക്കുന്ന ഫോറം. സ്റ്റാമ്പ്, ഇൻലൻഡ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അധ്യാപികമാരായ മീനു, രമ്യ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമം. ജില്ലയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുടുംബശ്രീ ബാക്ക് ടു ഫാമിലി 2025 അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിക്ക് തുടക്കം. മടിക്കൈ സെക്കൻഡ് സ്കൂളിൽ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തപാൽ ഓഫീസുകൾ പൂട്ടുവാനുള്ള നീക്കത്തിനെതിരെ NFP രംഗത്ത്. കാസർഗോഡ് യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുച്ചക്ര സ്കൂട്ടറിൽ പോളിയോ വാക്സിനേഷൻ പ്രചാരണവുമായി ഹക്കീം കമ്പാർ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. വിവിധ ആവശ്യങ്ങളുമായി BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഏകദിന പദയാത്ര നടത്തി. സമാപന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കുണ്ടൂർ വെങ്കടരാജ പുണിച്ചിത്തായിയുടെ ജന്മദിനം ലോക തുളുലിപി ദിനമായി ആഘോഷിച്ചു. പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. ഉപജില്ലാ കായികമേളയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ദുർഗ സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് വിളമ്പിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.